ഹലോ മക്കളെ, അപ്പൊ നമ്മള് പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ളത്? നമ്മള് ഓരോ ആൾക്കാരിലും സമൂഹം വെക്കുന്ന ലിംഗനീതിയെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വ്യത്യസ്ത നീതി എന്ന് പറയുന്ന പോലെ ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം വെക്കുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാട്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെയായിരിക്കണം നമ്മുടെ സമൂഹം, ഇനിയുള്ള സമൂഹം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത്തരം ചേഞ്ചസ് ഏറ്റവും കൂടുതൽ നമ്മളാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമുണ്ട്. അതാണ് കൗമാര കാലഘട്ടം, ടീനേജേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇപ്പം ആ ഒരു കാലഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇപ്പൊ നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. കുറച്ചും കൂടി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇത്ര നല്ല കാലഘട്ടമായിരുന്നു ആ കഴിഞ്ഞു പോയതെന്ന് നിങ്ങൾക്ക് തോന്നും. സോ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കൗമാര കാലഘട്ടം. സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികൾ നേടുന്ന അറിവും അവബോധവും മികച്ച ഒരു സാമൂഹിക ജീവിയായി അവരെ രൂപപ്പെടുത്തുമെന്നതിനാൽ കൗമാരകാലം ഓരോ കുട്ടിയുടെയും ജീവിതത്തിലെ സുപ്രധാന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ശരിയായ കൗമാര വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് ചിലപ്പോൾ അംഗൻവാടി വഴിയായിട്ടും അല്ലാതെ പല സ്കൂളുകളിലാണെങ്കിലും കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ വയ്ക്കുക ഒത്തിരി നല്ല ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആക്കാറുണ്ട്. ചുവടെ നൽകിയ ലേഖന ഭാഗത്തോടോ നിങ്ങളുടെ പ്രതികരണം എന്താണ്? കൗമാരക്കാരിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളും ലൈംഗിക വളർച്ചയും അവരിൽ ജിജ്ഞാസയും ആശങ്കയും ഉണ്ടാക്കാം. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന അശാസ്ത്രീയ ധാരണകൾ ശരിയെന്നു ധരിക്കാനും അതുവഴി അപകട സാധ്യതയുള്ള പെരുമാറ്റത്തിൽ ഏർപ്പെടാനും ഇടയുണ്ട്. അപ്പം കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളിലേക്ക് എക്സ്പോസ് ആവുകയാണ്. പലരും പല സ്ഥലത്തുനിന്നും പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ളൊരു കാര്യമൊന്നും ആ കുട്ടികൾക്ക് കാര്യമായിട്ട് അറിയൊന്നുണ്ടാവില്ല. പക്ഷെ ചിലപ്പം തെറ്റായ വഴിയിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഗ്യാദർ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾ ഓരോ ആൾക്കാരും ആർജിച്ച് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. തങ്ങളുടെ നേർക്കുണ്ടാകുന്ന നോട്ടവും സ്പർശവും പ്രലോഭനവും വിവേചന ബുദ്ധി ഉപയോഗിച്ച് ശരിയായതിനെ തിരിച്ചറിയാനും തെറ്റായവയ്ക്കു നേരെ ശക്തമായി നോ പറയാനും പ്രതികരിക്കാനുമുള്ള ആർജവവും ശേഷിയും രൂപപ്പെടുത്താനുള്ള ഘട്ടം കൂടിയാകണം കൗമാരം. ഈ ഒരു കാലഘട്ടത്തിലാണ് ഒത്തിരി എക്സ്പോഷർ വരും പല സ്ഥലത്തും. നിങ്ങൾക്ക് ചിലപ്പം ബസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ക്രൗഡഡ് പ്ലേസിൽ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും, പല സാഹചര്യത്തിൽ ക്രൗഡായിട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്, മൊത്തം ഒരു കൺഫ്യൂഷൻ നടന്നൊരു കാലഘട്ടമാണ്. അപ്പൊ പല ആൾക്കാരുണ്ടാവും. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാരല്ലേ, എല്ലാവരും നല്ല ചിന്താഗതികൾ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഓരോ ആൾക്കാർക്കും ഉണ്ടാവും അവരുടേതായിട്ടുള്ള ഡ്രോബാക്സ്, വളരെ മോശമായിട്ടുള്ള ബിഹേവിയറുള്ള വളരെ മോശം സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതില് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ നമുക്ക് ഈ പാഠഭാഗത്തിന്റെ ഉദ്ദേശം, അതിൽ അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പാഠഭാഗത്തില് ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. തങ്ങൾക്ക് നേരുണ്ടാവുന്ന നോട്ടം തെറ്റായിട്ടുള്ള രീതിയിലുള്ള നോട്ടം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം. ഈ നോട്ടം ശരിയാണോ, ഈ നോട്ടം തെറ്റാണോ, അല്ലെങ്കിൽ ഈ ഒരു സ്പർശനം ഈ തൊടുന്നത് ശരിയായിട്ടുള്ള ഒരു സ്പർശനമാണോ, അല്ലെങ്കിൽ ഇത് തെറ്റായ രീതിയിലുള്ള ഒരു സ്പർശനമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനമോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി തെറ്റായവയാണെന്നുണ്ടെങ്കിൽ അയ്യോ അവരെന്നെ തൊട്ടു, അയ്യോ അവരെ തൊടാൻ പാടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാനല്ല പോകേണ്ടത്. അയ്യോ അവരെന്നെ തൊടാൻ പാടില്ലല്ലോ, അയ്യോ ഇനി ഞാൻ എന്താ ചെയ്യാ, അവർ തൊട്ടല്ലോ എന്നല്ല. നിങ്ങൾ അവിടെ പറയണം എന്നെ തൊടാൻ പാടില്ല എന്ന് നോ പറയാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ചാപ്റ്റേഴ്സ്, ഇത്തരം ക്ലാസ്സസ്
നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ക്ലാസ് എക്സ്ട്രാ ക്ലാസ്സസ് വരുന്നത്, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ നിങ്ങളെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വിളിച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ എപ്പോഴും സൊസൈറ്റിയുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾക്കൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മിണ്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളടുത്ത് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോ പറയേണ്ടടുത്ത് നോ പറയാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ചാപ്റ്റേഴ്സ് പഠിക്കാന്നാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസസ്, ബാഡ് എക്സ്പീരിയൻസസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് സൗണ്ട് റൈസ് ചെയ്യുന്ന വേണം. ഓക്കെ, സോ അങ്ങനത്തെ ഈ ഒരു ധൈര്യം, ഈ ഒരു ആർജവം അല്ലെങ്കിൽ ഈ ഒരു ഊർജം നമുക്ക് കിട്ടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൗമാരാണ്. കൗമാരത്തിലൂടെയാണ് നമ്മൾ ഇതിനുള്ള ഒരു എനർജി ഉണ്ടാക്കി എടുക്കുന്നത്. ഏതു സന്ദർഭത്തിലായാലും വാക്കുകൾക്കും പ്രവർത്തികൾക്കും സ്വയം അതിരു കൽപ്പിക്കുകയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും അഭിമാനത്തെയും വില കൽപ്പിക്കുകയും ചെയ്യുന്ന പെരുമാറ്റമാണ് ഉണ്ടാകേണ്ടത്. അല്ലെ, നമ്മൾ കറക്റ്റായിട്ട് അല്ലെ നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി മറ്റൊരാൾക്ക് ഹേർട്ട് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് വേദനിപ്പിക്കാൻ പാടില്ല, മറ്റൊരാളുടെ സ്വാതന്ത്ര്യ നിഷേധത്തിലേക്ക് കടക്കാൻ വേണ്ടി പാടില്ല. അപ്പം അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ബൗണ്ടറി നമ്മൾ ഫിക്സ് ചെയ്യണം. വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന ഏത് വിജ്ഞാനവും പരീക്ഷിക്കുന്നതിന് മുൻപ് കൃത്യമായ വിലയിരുത്തൽ ആവശ്യമാണ്. അല്ലെ, നമുക്ക് കിട്ടുന്ന നോളജ് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. നമുക്കറിയില്ല ശരിയാണോ തെറ്റാണോ എന്ന്. നമുക്കറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ഫർദർ സ്റ്റെപ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇതിന് സ്വയം കഴിയാത്ത സാഹചര്യത്തിൽ രക്ഷിതാക്കൾ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, സ്കൂൾ കൗൺസിലർ എന്നിവരുടെ സഹായം തേടാവുന്നതാണ്. ഇപ്പൊ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി, നിങ്ങളത് ഇത് ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങളത് വിചാരിക്കും ഇത് ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ, ഇത് ശരിയാണോ തെറ്റാണോ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ പാരന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്, അല്ലെ പല ഹെൽപ്പ് ഡെസ്കുകൾ നിങ്ങൾക്ക്, അല്ലെ പല ഹെൽപ്പിംഗ് ഹാൻഡ്സ് നിങ്ങൾക്ക് നേരെയുണ്ട്. നിങ്ങൾക്ക് ശരിയും തെറ്റും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ ഒത്തിരി ആൾക്കാർ നിങ്ങളെ ചുറ്റുമുണ്ട്. അപ്പം അവരുടെ ഹെൽപ്പോട് കൂടി, അല്ലെ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾ ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ, നിങ്ങൾക്ക് രണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും വേർതിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ചുറ്റും ഇത്രയും ആൾക്കാർ ഉള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റായ രീതിയിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, ആൺകുട്ടികളിൽ ശുക്ലോത്പാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് സെമന. ആൺകുട്ടികളില് കൗമാര കാലഘട്ടത്തിലാണ് ശുക്ലം എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെ ശുക്ലം ഉണ്ടാവുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഉണ്ടായി തുടങ്ങുന്ന കാലഘട്ടം കൗമാര കാലഘട്ടമാണ്. അപ്പൊ ആൺകുട്ടികളിൽ ശുക്ലം എന്ന് പറയുന്ന ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ആൺകുട്ടികളിൽ ശുക്ലോത്പാദനം ഉണ്ടാവും. പെൺകുട്ടികളിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ആർത്തവം, അല്ലെ രണ്ടും കൗമാര കാലഘട്ടത്തില് അത് ആരംഭിക്കും. ഓക്കെ, അപ്പൊ ആൺകുട്ടികളിൽ ശുക്ലോത്പാദനവും തുടങ്ങും, പെൺകുട്ടികളിൽ ആർത്തവവും തുടങ്ങും. ഇത് രണ്ടും തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവർക്ക് പ്രത്യുൽപാദന ശേഷി കൈവന്നിട്ടുണ്ട്, അല്ലെ അതാണ് അതിന്റെ സിമ്പിൾ. അവർക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് ഉണ്ട്, അല്ല അവരുടെ ശരീരം അതിന് കപ്പാസിറ്റി നേടിക്കഴിഞ്ഞു, അവരുടെ ശരീരത്തില് ഒരു കുട്ടി വളരാനുള്ള, അല്ലെ ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവരുടെ ബോഡി അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ആ ശുക്ലോത്പാദനത്തിന്റെയും ആർത്തവത്തിന്റെയും അർത്ഥം. ക്ലിയർ അല്ലേ? സോ ആൺകുട്ടികളിൽ ശുക്ലോത്പാദനവും പെൺകുട്ടികളിൽ ആർത്തവവും ആരംഭിക്കുന്നതോടെയാണ് പ്രത്യുൽപാദന ശേഷി കൈവരുന്നത്. ഈ സന്ദർഭത്തിൽ സവിശേഷമായ ചില മാറ്റങ്ങൾക്ക് ശരീരം വിധേയമാകുന്നു. അപ്പം ആൺകുട്ടികളിൽ ശുക്ലോത്പാദനം നടന്നു, പെൺകുട്ടികളിൽ ആർത്തവം നടന്നു. ഇതിനനുസരിച്ച് അല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ ശരീരത്തില്
വേറെയും ഒത്തിരി ചേഞ്ചസ് ശരീരത്തിൽ വരുന്നുണ്ട്, കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് ശരീരത്തിന്. അല്ലെ, നിങ്ങൾക്ക് പല രീതിയില് ബോഡി ഹെയർസ്, അല്ലെ, പല ഭാഗത്ത് ശരീരത്തില് ഹെയർസ് ഒക്കെ വരാൻ തുടങ്ങും. അല്ലെങ്കിൽ പല വ്യത്യാസങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പ്രായപൂർത്തി എത്തുന്നതോടെ ആൺകുട്ടികളുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ചയും വികാസവും വേഗത്തിലാകുന്നു. അപ്പൊ പ്രായപൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാല് ആൺകുട്ടികൾക്ക് പ്രത്യുൽപാദനത്തിനുള്ള അവയവങ്ങളുടെ വളർച്ച പിന്നീട് അത് പെട്ടെന്ന് വളരും, അതിന്റെ വികാസം പെട്ടെന്നാവും. അപ്പം ശുക്ലോത്പാദനം ആരംഭിക്കും. ഞാൻ പറഞ്ഞു ശുക്ലോത്പാദനം ആരംഭിക്കും. ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നതോടെ ലിംഗോദ്ധാരണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയാ ഇറക്ഷൻ ഓഫ് പെനിസ് എന്ന് പറയും. എങ്ങനെയാ പെനിസ് ഇറക്ഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ലിംഗോദ്ധാരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ, രക്തപ്രവാഹം കൂടും. കൂടുതലായിട്ട് ബ്ലഡ് അങ്ങോട്ടേക്ക് വരും. രക്തപ്രവാഹം കൂടുന്നതോടുകൂടി പെനൈൽ ഇറക്ഷൻ അല്ലെങ്കിൽ ഇറക്ഷൻ ഓഫ് പെനിസിന് സാധിക്കുന്നു. ഓക്കെ, ഈ ഘട്ടത്തിൽ ചിലപ്പോൾ രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ ശുക്ല വിസർജനം ഉണ്ടാവും. അപ്പം നൈറ്റ് ടൈമിലൊക്കെ ചിലപ്പം എന്തുണ്ടാവും? ശുക്ല വിസർജനം, അല്ലെ, ശുക്ലം ഇജാക്കുലേഷൻ ഉണ്ടാവാറുണ്ട്. ഇത്തരം സ്വാഭാവിക ശരീരമാറ്റങ്ങൾ വളർച്ചയുടെ അടയാളങ്ങളാണ്. ഇത്തരത്തിലുള്ള ശരീരമാറ്റങ്ങളെല്ലാം നമ്മൾ വളരുകയാണ്, അല്ലെ, അതൊക്കെ വളർച്ചയുടെ ഒരു അടയാളമാണ്, അല്ലെ. ശുക്ലോത്പാദനം അത് വളർച്ചയുടെ ഒരു അടയാളമാണ്. ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയുടെ അടയാളമാണ്. രാത്രികാലങ്ങളിൽ ചിലപ്പോൾ ശുക്ലോത്പാദനം ഉണ്ടാവാം, നാച്ചുറൽ ആണ്. അത് അയ്യോ ഇതെന്താ ഇങ്ങനെ എന്നൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതോ ആകുലപ്പെടേണ്ടതോ ആയിട്ടുള്ള കാര്യം ഇല്ല. ഓരോരുത്തരും പ്രായപൂർത്തിയാകുന്നത് വ്യത്യസ്തമായ ഗതിയിലും വേഗതയിലുമാണ്. അപ്പം ഓരോരുത്തരും പ്രായപൂർത്തിയാകുന്നത് ഓരോ ഡിഫറെന്റ് ടൈമിൽ. അപ്പം നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ പ്രായപൂർത്തിയായി, അയ്യോ ഞാൻ പ്രായപൂർത്തിയായില്ലല്ലോ, അങ്ങനെ നെർവസ് ആവേണ്ട കാര്യമില്ല. ഓരോ ആൾക്കാരല്ല, അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച്, അവരുടെ ഫാമിലിയൽ മാറ്റർ, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ചുറ്റുപാട് എല്ലാം ഡിപ്പെൻഡ്. ഹോർമോണൽ വേരിയേഷൻസ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കുട്ടിയും പ്രത്യുൽപാദന ശേഷി കൈവരിക്കുന്നത്, അല്ലെങ്കിൽ പ്രായപൂർത്തിയാവുന്നത്. അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും അറ്റ് എ ടൈം ഒരുമിച്ച് അല്ല പ്രായപൂർത്തിയാവുന്നത്. ഓരോ ആൾക്കാർക്ക് അവരവരുടെ ഹോർമോണൽ ഡിഫറൻസ് അനുസരിച്ച്, വേരിയേഷൻസ് അനുസരിച്ചിട്ട് സമയത്തില് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന മുഖ്യ മാറ്റമാണ് അണ്ടോത്സർജനം. എന്താണ്? പുതിയ വാക്കായിരിക്കും അണ്ടോത്സർജനം. പുതിയ വാക്കാണ്, ആദ്യമായിട്ട് കേൾക്കാണ്, അറിയാം. പക്ഷെ നമുക്കിത് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പം പെൺകുട്ടികളില് ഗർഭം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്നും ഉണ്ടാവുന്ന അണ്ഡം എന്ന് പറയുന്ന ഒരു കോശമാണ്. ഓക്കെ, ഈ അണ്ഡത്തെ പുറത്ത് വിടുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് അണ്ടോത്സർജനം അല്ലെങ്കിൽ ഓവുലേഷൻ. പിന്നെ ആർത്തവം. അപ്പം പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ചേഞ്ച് ആണ് ഈ പറഞ്ഞ അണ്ടോത്സർജനവുമുണ്ട്, ആർത്തവമുണ്ട്. അപ്പൊ ഇത് കൂടാതെ വേറെയും ചേഞ്ചസ്, അല്ലെ, സ്തന വളർച്ച ഉണ്ടാവും, അല്ലെ, ബ്രസ്റ്റിന്റെ സൈസ് കൂടും. ആക്സിലറി ഹെയർസ്, അല്ലെ, കക്ഷത്തിലൊക്കെ ചിലപ്പം ഹെയർസ് ഗ്രോ ചെയ്യും, പ്യൂബിക് ഹെയർസ് വരും. അങ്ങനെ കുറെ ചേഞ്ചസ് പെൺകുട്ടികളിലും ഉണ്ടാവാറുണ്ട്. അപ്പം ആൺകുട്ടികളിലും ശരീരത്തിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് കൗമാരഘട്ടത്തില്. പെൺകുട്ടികളിലും ശരീരത്തിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ആൺകുട്ടികളിൽ ശുക്ല വിസർജനം ഉണ്ട്, പെൺകുട്ടികളില് അണ്ടോത്സർജനം ഉണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതൊരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ആൺകുട്ടികളിൽ ഒരു റീപ്രൊഡക്ഷന്റെ പ്രത്യുൽപാദന വ്യവസ്ഥയാണ് ഇത്. ഓക്കെ, ആൺകുട്ടികളിലെ പ്രത്യുൽപാദന വ്യവസ്ഥ. ഇതിനകത്ത് ഇതാണ് ലിംഗം അല്ലെങ്കിൽ പെനീസ് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ ഈ ടെസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗമാണ് ഇത്.
ഓക്കെ, ഇതാണ് ടെസ്റ്റിസ്. അപ്പം ആൺകുട്ടികളിൽ ഉണ്ടാവുന്ന ഗർഭം ഉണ്ടാവാൻ സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത് പുംബീജമാണ്. പുംബീജമാണ് ആൺകുട്ടികളില് ഗർഭ ഉത്പാദനത്തിന് സഹായിക്കുന്നത്. ഈ പുംബീജം ആണ് എന്താണ് പെൺകുട്ടിയുടെ ശരീരത്തിലെ അണ്ഡവുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് അവിടെ ഗർഭം ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ ഈ പുംബീജം ഇവിടെയാണ്, ഈ രണ്ട് സ്ഥലം, ഈ റൗണ്ട് ഓവൽ ഷേപ്പിലുള്ള ഇവിടെയാണ് പുംബീജം ഉണ്ടാവുന്നത്. ഈ ഉണ്ടാവുന്ന പുംബീജം ഇതിവിടെ നിങ്ങളൊരു ട്യൂബ് കണ്ടോ, രണ്ട് സൈഡിലും ഈ ഒരു ട്യൂബ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ ഒരു ട്യൂബ് കണ്ടോ, ഈ ട്യൂബിനെ പറയുന്ന പേരാണ് ബീജവാഹി. എന്താണ്? ബീജവാഹി എന്ന് പറയും. ഓക്കെ, ബീജവാഹി. ഈ ബീജവാഹി വഴി ദാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിലെ ഇങ്ങനെ വന്നിട്ട് ഇതിലെ എന്നിട്ട് ഇത് പുറത്തേക്ക് കളയും. ഓക്കെ, ഇവിടെ ഇതില് വഴിയാണ് എന്ത് ചെയ്യുന്നത്, പുംബീജം പുറത്തേക്ക് വരുന്നത്, ഔട്ട്. മനസ്സിലായോ? ഇവിടെ ഉണ്ടാകുന്ന ഈ ടെസ്റ്റിസിന്റെ ഇവിടെ ഉണ്ടാക്കുന്ന പുംബീജങ്ങളാണ് ഈ ട്യൂബ് വഴി ഇതിലേക്കൂടെ വന്നിട്ട് പുറത്തേക്ക് പോകുന്നത്. ഇത് സ്ത്രീയുടെ യോനിയിലേക്ക് വരുന്ന സമയത്താണ് അവിടെ നിന്നാണ് പിന്നീട് അണ്ഡത്തിലേക്ക് പോകുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? ഇവിടെ എന്ത് ബീജം ഉണ്ടാവുന്നത്, പുംബീജങ്ങൾ ഉണ്ടായി ബീജ ഉത്സർഗം പുറത്തേക്ക് കളയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ആൺകുട്ടികളുടെ പ്രത്യുൽപാദന വ്യവസ്ഥ. ഈ പെൺകുട്ടികളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളതാണ് ആർത്തവം അല്ലെങ്കിൽ ആർത്തവ ചക്രം എന്ന് പറയില്ലേ. ആർത്തവ ചക്രം എന്താ? ആർത്തവ ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ? നമുക്ക് അറിയുന്ന കാര്യമുണ്ട്. ഓരോ 28 ദിവസം കഴിയുന്നോറും എന്ത് വരുന്നുണ്ട്? യോനി വഴി എന്ത് പോകുന്നുണ്ട്? ബ്ലഡ് പോകുന്നുണ്ട് അല്ലെ, പീരീഡ് ബ്ലഡ് പോകുന്നുണ്ട് അല്ലെ. ആ ബ്ലഡ് നമ്മൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം അല്ലെ. ബ്ലഡ് ഓരോ 28 ദിവസം കഴിയുന്നോറും സെയിം ഇങ്ങനെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. സോ അതിനെയാണ് നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ അല്ലെങ്കിൽ ആർത്തവ ചക്രം എന്ന് പറയുന്നത്. ഫീമെയിൽ ബോഡിയിൽ ഓരോ 28 ഡേയ്സ് ഗ്യാപ്പിലും എന്ത് പോകുന്നു? വജൈന വഴി, യോനി ദ്വാരം വഴി എന്ത് പോകുന്നുണ്ട്? ബ്ലഡ് പോകുന്നുണ്ട്, പീരിയഡ് ബ്ലഡ് പോകുന്നുണ്ട്. നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അത് മാത്രമാണോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അങ്ങനെ ബ്ലഡ് ഓരോ 28 ദിവസം കഴിയുന്തോറും ശരീരത്തിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരീരത്തിനുള്ളിൽ കുറെ മാറ്റങ്ങൾ നടത്തണ്ടേ, എങ്കിൽ മാത്രമല്ലേ പുറത്തേക്ക് കുറെ ബ്ലഡ് പോകുന്നത്. യെസ്, അപ്പൊ ശരീരത്തിനുള്ളിലും കുറെ മാറ്റങ്ങള് നടക്കുന്നുണ്ട്. ആ മാറ്റങ്ങളാണ് ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇവിടെ നിങ്ങൾ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 1 മുതൽ 28 വരെ. 28 എന്ന് പറയുന്ന ഒരു ആവറേജ് ആണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് 22 ഡേയ്സ് സൈക്കിൾ ആയിരിക്കാം, 23, 24 മുതൽ 35 വരെ അല്ലെ, 35 ദിവസത്തിലായിരിക്കും ചിലപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുള്ളത്. ഇത് നമ്മളൊരു ആവറേജ് കേസ് എടുക്കുന്നതാണ്. ഇതിന്റെ ഒരു ആവറേജ് ആയിട്ട് നമ്മളൊരു 28 ഡേയ്സ് എടുത്തിട്ട് 28 ദിവസം എടുത്തിട്ടുള്ള ഒരു ചക്രം, ആർത്തവ ചക്രമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. 28 ദിവസത്തെ ആർത്തവ ചക്രമാണ് നോക്കുന്നത്. നോക്കാം നമുക്ക്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാത്ത കാര്യമായിരിക്കും. ഓക്കെ, ഞാനൊരു ചിത്രം വരച്ചു കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഗർഭാശയാണ് വരയ്ക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒരു റഫ് ഫിഗർ വരയ്ക്കുന്നതാണ്. ഓക്കെ,
ഇതാണ് ഗർഭാശയം. ഈ കാണുന്നതാണ് ഗർഭാശയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഗർഭാശയമാണ്. ആണ് അണ്ടവാഹി അല്ലെ, ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു കുഴലാണത്. ഓക്കെ, സിമ്പിൾ റഫ് ഫിഗർ ആണ്. ഓക്കെ, ഇവിടെയാണ് ഓവറി ഉള്ളത്. ഓക്കെ, ഓവറി ഉണ്ട്, ഒരു പെയർ ആയിട്ടുള്ള ഓവറി ഉണ്ട്. ഈ ഓവറിയിൽ നിന്നും ഈ ഓവറിയില് ഓവം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്, നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചിന്തിക്കേണ്ട. ഓവറിയില് ഓവം ഒരു മന്തില് ഈ ഓവറിയിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ മന്തിൽ ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് മിക്കവാറും ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഓവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഓവം മെച്ചൂരിറ്റി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഓവം ഇവിടുന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യും, പുറത്തേക്ക് വരും. ഓക്കെ, ഓവം ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വിടും. ഈ ഓവമാണ് പുറത്തേക്ക് വന്നു. ഈ ഓവം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറെ സീലിയകളുണ്ട്. ഈ സീലിയകൾ ഇങ്ങനെ തട്ടി ഓവം ഇവിടെയൊക്കെ വന്ന് നിൽക്കും. ഓക്കെ, ഓവം ഇവിടെയൊക്കെ വന്നിട്ട് നിൽക്കും. ഓവം ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്ന സെയിം സമയത്ത് തന്നെ ആൺകുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പുംബീജം യോനി വഴി, സർവിക്സ് വഴി, ഗർഭാശയം വഴി, ഈ ട്യൂബ് വഴി, ഈ അണ്ടവാഹി വഴി എന്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് വഴി ഇവിടേക്ക്, ഇത് ആൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പുംബീജമാണ്. ഈ ബീജം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ കൂട്ടിയോജിക്കും. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടി യോജിച്ചു കഴിഞ്ഞാലാണ് എന്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ സിക്താണ്ഡം ഉണ്ടാവുക. എന്താണ് സിക്താണ്ഡം? പിന്നീട് അത് സിക്താണ്ഡം വളർന്നിട്ട് ഭ്രൂണമായിട്ട് മാറും. ഭ്രൂണമാണ് പിന്നീട് നമുക്ക് കുട്ടിയായിട്ട് കിട്ടും, അല്ല ബേബി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം പെൺകുട്ടിയുടെ ശരീരത്തിലുള്ള അണ്ഡം ആൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും വരുന്ന പുംബീജവുമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ നിന്ന് ഉണ്ടായി കഴിഞ്ഞാലാണ് പിന്നീട് ഇതിന്റെ ഗ്രോത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പഠിക്കാനുണ്ട്. അപ്പം ഇങ്ങനെയാണ് ചേഞ്ച് വരുന്നത്. ഇനി എല്ലാ മാസവും നമ്മുടെ ഒരു കൗമാര കാലഘട്ടത്തില് എന്താണ് ആൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും വരുന്ന പുംബീജവുമായിട്ട് ഈ അണ്ഡം കൂടിച്ചേരാൻ സാധ്യത ഇല്ല, അല്ലെ? കല്യാണം കഴിയുന്നില്ലല്ലോ. അപ്പം ഇവിടെ സാധ്യത ഇല്ല. പക്ഷേ നമ്മുടെ ഇവിടെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ, സിക്താണ്ഡം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ബേബി, ഈ ഭ്രൂണം ഇവിടെയല്ല വളരുക. എവിടെ വളരണം? ഇവിടെ വേണം വളരാൻ. ഗർഭാശയത്തിലല്ലേ വളരേണ്ടത്? ഞാൻ പറഞ്ഞു ഇതാണ് ഗർഭാശയം എന്ന് പറഞ്ഞു. അപ്പം ഗർഭാശയത്തില് വളരണം എന്തെന്നുണ്ടെങ്കിൽ ഗർഭാശയത്തിലൊരു മെത്തയൊക്കെ വേണ്ടേ? കുഞ്ഞിന് ജീവിക്കാൻ വേണ്ടിയിട്ടൊരു മെത്തയൊക്കെ വേണം. ഓക്കെ, കുറച്ച് കട്ടി വേണം. അപ്പം ഇവിടെ ഇതിങ്ങനെ റിലീസ് ആവുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇവിടെ ഓവറിയിൽ അണ്ടാശയത്തില് അണ്ഡം വളരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ ഇതിന്റെ കട്ടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ ഒരു കുട്ടീനെ കിടത്താൻ വേണ്ടി പാകത്തിന്, ഇവിടെ ഇങ്ങനെ ഇതിന്റെ മെത്ത ഇങ്ങനെ കട്ടി കൂട്ടി കൊണ്ടുവരും. പക്ഷെ ഞാൻ പറഞ്ഞു കൗമാരപ്രായത്തിൽ എന്തിനുള്ള സാധ്യത ഇല്ല. ഇവിടെ പുംബീജം വന്നിട്ട് ഇവിടെ സിക്താണ്ഡം രൂപപ്പെടാനുള്ള സാധ്യത ഇല്ല. അപ്പം ഇവിടെ പുംബീജം വരുന്നില്ല, അല്ലെ? പുംബീജം പറഞ്ഞു പറ്റിക്കും, പുംബീജം വരുന്നില്ല. പുംബീജം വരാത്തത് കാരണം, പക്ഷെ പുംബീജം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഗർഭാശയം ഇവിടെ ഇങ്ങനെ മെത്തയൊക്കെ ആക്കി, അല്ലെ? ഇവിടെ ഒരു ബേബിയെ കിടത്താൻ സൗകര്യം ഉണ്ടാക്കി ഇവിടെ സെറ്റാക്കി വെച്ചേക്കാണ്. പക്ഷേ പുംബീജം വരുന്നില്ല. ഇവിടെ സിക്താണ്ഡം ഉണ്ടാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ഗർഭാശയം ചുമ്മാ വെറുതെ കുറെ പണി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗർഭാശയം എന്ത് ചെയ്യും? ഈ ഉണ്ടാക്കിയിട്ടുള്ള മെത്ത മുഴുവൻ എന്ത് ചെയ്യും? പൊട്ടിച്ചു കളയും. പൊട്ടിച്ച് യോനിദ്വാരം വഴി എന്ത് ചെയ്യും? പുറത്തേക്ക് ബ്ലഡ്, അല്ലെ, രക്തം പുറത്തേക്ക് പോകും. ആർത്തവം. അതാണ് ആർത്തവം എന്ന് പറയുന്നത്. ആർത്തവം. ഓക്കെ, അപ്പൊ ഇവിടെ ബീജ സംയോജനം നടക്കുന്നില്ല, അല്ലെ? അണ്ഡവും പുംബീജവും തമ്മിൽ കൂടിച്ചേരുന്നില്ല. പക്ഷെ കൂടിച്ചേരുമെന്ന് വിചാരിച്ചിട്ടാണ് ഗർഭാശയം ഇവിടുത്തെ കട്ടിയൊക്കെ കൂട്ടി വെച്ചത്, അല്ലെ? ഇവിടെ കുട്ടിക്ക് വളരാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഇവിടെ
സംയോജനം നടക്കുന്നില്ല, ബീജസങ്കലനം നടക്കുന്നില്ല. അത് കാരണം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള മെത്ത മുഴുവൻ പൊട്ടിച്ച് ഇവിടെ യോനി വഴി ആർത്തവം അല്ലെ മൊത്തം ബ്ലഡും പുറത്തേക്ക് പോകുന്നു. അപ്പം ഇതൊരു 28 ദിവസത്തെ അല്ലെ 28 days സൈക്കിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എന്താണ് ഒരു ഗർഭാശയമുണ്ട്, 2 അണ്ഡാശയമുണ്ട്, 2 ട്യൂബുകൾ അല്ലെ, എ പെയർ ഓഫ് ട്യൂബ്സ്, ഫലോപ്പിയൻ ട്യൂബ്സും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പിക്ചർ എന്താന്ന് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്രയും കഥ അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അണ്ഡാശയത്തിൽ നടക്കുന്ന ചേഞ്ചസ് ആണ്. ഇവിടെ അണ്ഡാശയം. ഓക്കെ, മേലെ കൊടുത്തിട്ടുള്ളത് അണ്ഡാശയത്തിൽ നടക്കുന്ന ചേഞ്ചസ് ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എവിടുത്തെ ചേഞ്ചസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗർഭാശയത്തിൽ നടക്കുന്ന ചേഞ്ചസ് ആണ്. ഗർഭാശയത്തിൽ നടക്കുന്ന ചേഞ്ചസ് ആണ്. അപ്പൊ മേലെ കൊടുത്തിട്ടുള്ളത് അണ്ഡാശയത്തിൽ നടക്കുന്ന ചേഞ്ചസ്, താഴെ കൊടുത്തത് ഗർഭാശയത്തിൽ നടക്കുന്ന ചേഞ്ചസ്. അപ്പം അണ്ഡാശയത്തിൽ ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക, അണ്ഡാശയത്തിൽ എന്താ ചെയ്യുന്നത്, അണ്ഡം വളരും അല്ലെ, അണ്ഡം വളരും, അണ്ഡം വളരുന്നു. അണ്ഡാശയത്തില് അണ്ഡം വളരുന്നു. അണ്ഡം പ്രൈമറി ഫോളിക്കിള്, സെക്കൻഡറി ഫോളിക്കിള്, ഗ്രാഫിയൻ ഫോളിക്കിൾ ആവും. ഒരു 14ാമത്തെ ദിവസം നിങ്ങൾ നോക്കിയേ, അവിടെ ഇങ്ങനെ വേറെ കളറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. 14ാമത്തെ ദിവസം ആവുന്ന സമയത്ത് ഒക്കെ ആവറേജ് കണക്കാണ്, എക്സാക്ട് ആയിട്ട് ഇന്ന ദിവസം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 14ാമത്തെ ദിവസം ആയതുകൊണ്ടാണ് 14ാം ദിവസം എന്ന് പറയുന്നത്. അപ്പൊ 28 ദിവസത്തെ ഒരു ചക്രത്തില് 14ാമത്തെ ദിവസം നമ്മൾ ഇതിനെ പ്രതീക്ഷിക്കുന്നു. ഉറപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമ്മൾ 14ാമത്തെ ദിവസം എന്ന് പറയുന്നു. 14ാമത്തെ ദിവസം ആയപ്പം എന്ത് സംഭവിച്ചു, ഇവിടെ ഗ്രാഫിയൻ ഫോളിക്കിൾ, അണ്ഡാശയത്തിലുള്ള ഗ്രാഫിയൻ ഫോളിക്കിളാണിത്. ഇത് പൊട്ടി എന്ത് ചെയ്തു, ഇത്രയും കാലം ഇതിന്റെ ഉള്ളിലായിരുന്നു അല്ലെ അണ്ഡം ഉണ്ടായിരുന്നത്. ഇത്രയും ദിവസം ഇതിന്റെ ഉള്ളിലായിരുന്നു അണ്ഡം ഉണ്ടായിട്ടുള്ളത്. ഈ ഉള്ളിലുള്ള അണ്ഡം ഇത് പൊട്ടി പുറത്തേക്ക് എന്ത് പോയി, അണ്ഡം പുറത്തേക്ക് വന്നു. അണ്ഡം പുറത്തേക്ക് വന്നു. ഈ ഗ്രാഫിയൻ ഫോളിക്കിള് ഒരു മഞ്ഞ കളറായിട്ട് മാറി അല്ലെ, കോർപ്പസ് ലൂട്ടിയം എന്നാ പറയാ, കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. ഓക്കെ, അപ്പം അണ്ഡത്തിനെ പുറത്തേക്ക് വിട്ട ദിവസമാണ് 14ാമത്തെ ദിവസം. ക്ലിയർ ആയോ? അത്രയും ക്ലിയർ. അത്രയാണ് അണ്ഡാശയത്തിൽ നടക്കുന്ന ചേഞ്ചസ്. ഒന്നുമില്ല, അണ്ഡാശയത്തിൽ അണ്ഡം വളരുന്നു, അണ്ഡം വളർന്നു 14ാമത്തെ ദിവസമായപ്പം അണ്ഡാശയത്തിൽ നിന്നും അണ്ഡം പുറത്തേക്ക് വിടുന്നു. അതിന് നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു, അണ്ഡോത്സർജനം അല്ലെ, അണ്ഡോത്സർജനം. ക്ലിയർ അല്ലെ, അണ്ഡോത്സർജനം. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗർഭാശയത്തിന്റെ തിക്നെസ് നോക്കിയേ. നമ്മൾ നോക്കുകയാണ്, ഇവിടെ അണ്ഡം വളർന്നേ ഉള്ളൂ, പക്ഷെ ഇവിടെ എന്ത് വന്നിട്ടില്ല, പുംബീജം ഇവിടെ കൂടിച്ചേരാത്തത് കൊണ്ട് ഇതിന്റെ മേലെ കുറെ ബ്ലഡ് കണ്ടോ, ഇവിടുത്തെ ബ്ലഡ് പൊട്ടുവാണ്. അതാണ് ഇവിടെ ആദ്യത്തെ ഒരു 6 ദിവസം അല്ലെങ്കിൽ 3 to 5 days, മാക്സിമം ഒരു 7 days അല്ലെ, ഒരു 7 ദിവസം വരെയൊക്കെ എന്തുണ്ട്, ബ്ലഡ് ഫ്ലോ. അതാണ് ആർത്തവമായിട്ട് പുറത്തേക്ക് വരുന്നത് അല്ലെ, ആർത്തവം ആദ്യത്തെ ഒരു 7 ദിവസം. അപ്പത്തേക്ക് ഇത് ഗർഭാശയത്തിന്റെ കട്ടിയാണ്, നല്ല കട്ടിയുള്ള ഗർഭാശയമായിരുന്നു. അവിടെ എന്താ പുംബീജം വന്നില്ല അല്ലെ, പുംബീജം കൂടിച്ചേർന്നില്ല, ബീജസങ്കലനം നടന്നില്ല. നടക്കാത്തത് കാരണം ഗർഭാശയത്തിന്റെ കട്ടി മുഴുവൻ പോയി, ഗർഭാശയത്തിലുള്ള ബ്ലഡ് മുഴുവൻ പുറത്തേക്ക് വന്നു. അതാണ് കുറെ ബ്ലഡ് ആയിട്ട് ഒരു ഗർഭാശയത്തിലെ 3 ലെയറുകൾ, 3 പാളികളുണ്ട്. അതിനകത്ത് ഏറ്റവും പുറത്തെ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു പാളിയുണ്ട്, എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറയും. ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന പാളി പൊട്ടും. ആ പാളി പൊട്ടിയിട്ടാണ് ബ്ലഡ് മുഴുവൻ, ആ പാളി പൊട്ടിയിട്ടുള്ള ബ്ലഡ് ആണ് നമുക്ക് പുറത്ത് യോനി ദ്വാരം വഴി പുറത്തേക്ക് വരുന്നത്. പിന്നെയും അടുത്ത ഒരു ചക്രത്തിന് വേണ്ടിയിട്ട് ഇനി പിന്നെയും ഗർഭാശയം പൊട്ടി ബ്ലഡ് മൊത്തം പോയി കഴിഞ്ഞു. ഇനി അടുത്ത മാസം വീണ്ടും എന്തുണ്ടാവും, അണ്ഡോത്സർജനം നടക്കില്ലേ, അണ്ഡം വീണ്ടും പുറത്തേക്ക് വിടില്ലേ, അണ്ഡം വീണ്ടും പുറത്തേക്ക് വിടും. അപ്പം ഗർഭാശയം വിചാരിക്കാണ് ഇനി ഇത് അടുത്ത വട്ടം ഒരു പുംബീജം വന്നാലോ, അപ്പൊ കുഞ്ഞിന് കിടക്കാൻ വേണ്ടിയിട്ട് മെത്ത ഒരുക്കി വെക്കണ്ടേ അല്ലെ. അപ്പം ഈ വട്ടം എന്തായാലും പുംബീജം വന്നില്ല,
അതുകൊണ്ട് ഉണ്ടാക്കിയ മെത്ത മുഴുവൻ പൊട്ടിച്ചു കളഞ്ഞു. ഇനി അടുത്തൊരു വട്ടം അല്ലെ, അടുത്തൊരു 28 ദിവസം ഉണ്ട് വരാൻ പോകുന്ന മുന്നില്. അതില് ഒരു പുംബീജം വന്നു കഴിഞ്ഞാൽ മെത്ത ആവശ്യമായി വന്നേക്കാം അല്ലെ. മെത്ത വേണം അല്ലെ. കുഞ്ഞുണ്ടായി കഴിഞ്ഞാല്, സിക്താണ്ഡം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടിക്ക് കിടക്കാൻ വേണ്ട സൗകര്യം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗർഭാശയം എന്ത് ചെയ്യും? വീണ്ടും ഗർഭാശയത്തിന്റെ കട്ടി ഇങ്ങനെ കൂട്ടും. 14ാമത്തെ ദിവസം ആവുമ്പം അണ്ടോത്സർജനം നടന്നു. അപ്പൊ വീണ്ടും ഗർഭാശയം എന്ത് ചെയ്തു? ഈ കട്ടി ഇങ്ങനെ കൂട്ടി വന്നു. പക്ഷെ വീണ്ടും എന്ത് സംഭവിക്കും? അണ്ടം പുംബീജവുമായിട്ട് കൂടിച്ചേരാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? 1ാമത്തെ ദിവസം വീണ്ടും എന്ത് ചെയ്യും? പിന്നെ ഇത് പൊട്ടിയിട്ട് എൻഡോമെട്രിയം പൊട്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യും? ബ്ലഡ് പുറത്തേക്ക് വരും. വീണ്ടും എന്ത് സംഭവിക്കും? ഗർഭാശയം വീണ്ടും എന്ത് ചെയ്യും? ഇങ്ങനെ മെത്ത ഉണ്ടാക്കി വെക്കും. ഇങ്ങനെ കട്ടി കൂട്ടി, എൻഡോമെട്രിയത്തിന്റെ കട്ടി ഇങ്ങനെ കൂട്ടി വെക്കും. കുറെ കൂട്ടി വെക്കും. 28ാമത്തെ ദിവസം ആകുമ്പോഴും എന്ത് മനസ്സിലാവും? ഇവിടെ ബീജ സംയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കും. വീണ്ടും എൻഡോമെട്രിയം പൊട്ടുന്നു. വീണ്ടും ഗർഭാശയം വീണ്ടും അടുത്തൊരു സൈക്കിളിന് വേണ്ടിയിട്ട് വീണ്ടും മെത്ത ഉണ്ടാക്കി വെക്കുന്നു അല്ലെ, കട്ടി കൂട്ടി വെക്കുന്നു. പക്ഷെ വീണ്ടും കൂടിച്ചേരുന്നില്ല. അപ്പൊ വീണ്ടും പൊട്ടുന്നു. അങ്ങനെ ഓരോ മാസവും എന്ത് ചെയ്യാണ്? പുംബീജം വരാത്തത് കാരണം, പുംബീജവുമായിട്ട് അണ്ടം കൂടിച്ചേരാത്തത് കാരണം എൻഡോമെട്രിയം പൊട്ടി ആ രക്തം യോനിയിലൂടെ പുറത്തേക്ക് വിടുന്നു. അതിനെയാണ് നമ്മൾ ആർത്തവ ചക്രം എന്ന് പറയും. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ? മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയും. മെൻസ്ട്രൽ സൈക്കിൾ. എന്താ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് ക്ലിയർ ആയോ? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒന്നുമില്ല. ഇത് അണ്ഡാശയത്തില് അണ്ടം വളരുന്നുണ്ട്. 14ാമത്തെ ദിവസം അണ്ടം പുറത്തേക്ക് വിടുന്നുണ്ട്. ഇത് ഗർഭാശയം അണ്ടം വളർന്ന് പുംബീജവുമായി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ സിക്താണ്ഡം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഭ്രൂണത്തിന് വളരണം. സിക്താണ്ഡം ഭ്രൂണമായിട്ട് മാറും. ഭ്രൂണത്തിന് വളരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഗർഭാശയത്തിലാണ് ചെയ്യേണ്ടത്. അപ്പം ഗർഭാശയത്തിന്റെ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു ലെയർ അതിന്റെ കട്ടി കൂട്ടി കൊണ്ടുവരും. എന്നിട്ട് കുറെ കാലം ഇങ്ങനെ കട്ടി കൂട്ടി 28ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് എൻഡോമെട്രിയത്തിന് ഏറെക്കുറെ മനസ്സിലാവും ആര് വന്നിട്ടില്ല, പുംബീജം വന്നിട്ടില്ല, ഞാൻ ഈ കട്ടി കൂട്ടിയത് മുഴുവൻ വെറുതെയാണ്, ആ കുട്ടിയൊന്നും വളരാൻ വേണ്ടി പോകുന്നില്ല എന്ന് മനസ്സിലാക്കും. അപ്പൊ തന്നെ എൻഡോമെട്രിയത്തിന്റെ കട്ടി മൊത്തം പൊട്ടിച്ച് ഗർഭാശയം കളയും. ഇനി വീണ്ടും പുതിയ അണ്ടോത്സർജനം നടക്കുന്നു അല്ലെ. 14ാമത്തെ ദിവസം വീണ്ടും അണ്ടോത്സർജനം നടക്കുന്നു. അണ്ടോത്സർജനം നടന്നു കഴിഞ്ഞു. വീണ്ടും പുംബീജം വന്നില്ല. വീണ്ടും കട്ടി കൂട്ടിയത് വെറുതെ ആയിപ്പോയി. വീണ്ടും പൊട്ടിച്ച് രക്തം കളയും. ഇതാണ് ഫീമെയിലിന്റെ ശരീരത്തിൽ നടക്കുന്ന ആർത്തവ ചക്രം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആർത്തവ ചക്രം ക്ലിയർ ആയോ? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു ഡയഗ്രാം ഫസ്റ്റ് അണ്ടോത്സർജനം നടന്നിട്ട് ഏത് വഴിയാണ് അണ്ടം പോകുന്നത് എന്നുള്ളൊരു ധാരണ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പിക്ചർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഫീമെയിൽ ശരീരത്തിൽ നടക്കുന്ന, സ്ത്രീകളുടെ ശരീരത്തിൽ നടക്കുന്ന ആർത്തവ ചക്രം ക്ലിയർ ആയില്ലേ? പ്രായപൂർത്തി കൈവരിക്കുന്ന കൗമാരഘട്ടത്തിൽ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ അണുബാധയുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇത് തടയാൻ ഈ ഭാഗങ്ങൾ വീര്യം കുറഞ്ഞ സോപ്പു ലായനി ഉപയോഗിച്ച് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു പ്രായപൂർത്തി ആവുന്ന സമയത്ത് അവിടെ അണുബാധ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? വീര്യം സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ വീര്യം കുറഞ്ഞ സോപ്പ് ലായനി ഉപയോഗിച്ചിട്ട് കഴുകണം. നനവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ വരും അല്ലെ. നമുക്ക് കയ്യിലാണെങ്കിലും നനഞ്ഞു കഴിഞ്ഞാൽ ചൊറിയാനുള്ള ഒരു ടെൻഡൻസി. അപ്പം ഈർപ്പം ഉണ്ടായി കഴിഞ്ഞാൽ, ഈർപ്പം എന്ന് പറഞ്ഞാൽ നനവാണ്. അങ്ങനെ നനവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫംഗസ് വളരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ജനനേന്ദ്രിയത്തിന്റെ അവിടെയൊക്കെ നനവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഫംഗസ് വളരാനുള്ള സാധ്യത ഉണ്ട്. എന്താ പറയുന്നത്? ഈർപ്പം ഫംഗസ് അണുബാധയ്ക്ക് ഇടയാകും എന്നതിനാൽ ജനനേന്ദ്രിയ ഭാഗങ്ങൾ നന്നായി ഈർപ്പരഹിതമാവേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈർപ്പം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫംഗസ് അണുബാധയ്ക്കുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. ദിവസവും അടിവസ്ത്രങ്ങൾ മാറ്റുന്നതും വായു സഞ്ചാരത്തിനിടയാക്കുന്ന
ഉണങ്ങിയ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതും ജനനേന്ദ്രിയ ഭാഗം ഈർപ്പരഹിതമാകാനും ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും വളർച്ച കുറയാനും സഹായിക്കും. അപ്പൊ നമ്മള് ജനനേന്ദ്രിയ ഭാഗം ഈർപ്പരഹിതമാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? ദിവസവും നമ്മള് അടിവസ്ത്രം മാറ്റണം. വായുസഞ്ചാരത്തിന് ഇടയാക്കുന്ന ഉണങ്ങിയ, എപ്പോഴും നമ്മൾ അടിവസ്ത്രം നന്നായിട്ട് സൂര്യപ്രകാശം അല്ലെ വെയിലേറ്റ് തന്നെ ഉണങ്ങണം. സൺറൈസ് അടിക്കുമ്പം സൂര്യപ്രകാശത്തിൽ ഉണങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? എന്തെങ്കിലും അണുനശീകരണം കൂടെ ചെയ്യും. അവിടെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൂര്യപ്രകാശം, ആ തീക്ഷ്ണ രശ്മികള് ഏൽക്കുന്ന സമയത്ത് എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ അതും കൂടെ നശിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ അടിവസ്ത്രങ്ങള് പുറത്ത് സൂര്യപ്രകാശത്തിൽ ഇട്ടിട്ട് വേണം ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പം ദിവസവും അടിവസ്ത്രങ്ങൾ മാറ്റും, ഡെയിലി ചേഞ്ച് ചെയ്യണം അല്ലെ. രണ്ടു വട്ടെങ്കിലും ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം വായുസഞ്ചാരത്തിന് ഇടയാക്കുന്ന ഉണങ്ങിയ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതും ജനനേന്ദ്രിയ ഭാഗം ഈർപ്പരഹിതമാകാനും ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും വളർച്ച കുറയാനും സഹായിക്കും. ഓരോ ആർത്തവ ചക്രത്തിലും ബീജസംയോഗത്തിന് സാധ്യതയുണ്ട് അല്ലെ. ഓരോ ആർത്തവ ചക്രത്തിലും ബീജസംയോഗത്തിന് സാധ്യതയുണ്ട്. കാരണം ബീജം വന്നു കഴിഞ്ഞാലാണ് ബീജസംയോഗം ഉണ്ടാവുക. അപ്പൊ ഓരോ ആർത്തവ ചക്രത്തിലും ബീജം വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. ലൈംഗിക ബന്ധത്തിലൂടെ ബീജസംയോഗം നടക്കുകയും സിക്താണ്ഡം രൂപപ്പെടുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അല്ലെ. അപ്പം എല്ലാ സൈക്കിളിലും സിക്താണ്ഡം ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗർഭാശയം അതിന്റെ കട്ടി കൂട്ടി ഒരു മെത്ത ഒരുക്കി വെക്കുന്നത്. പക്ഷെ എല്ലാ സൈക്കിളിലും എന്ത് സംഭവിക്കുന്നില്ല? ബീജസംയോഗം നടക്കുന്നില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ബീജസംയോഗം നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ സിക്താണ്ഡം രൂപപ്പെടുകയുള്ളൂ. അപ്പം ബീജസംയോഗം നടന്നു കഴിഞ്ഞാലാണ് സിക്താണ്ഡം രൂപപ്പെടുന്നത്. തുടർന്ന് ഗർഭധാരണം മുതൽ പ്രസവം വരെ നിരവധി മാറ്റങ്ങൾക്ക് ശരീരം വിധേയമാകുന്നു. ഇതിന് തുടക്കമിടുന്നത് ബീജസംയോഗ പ്രക്രിയയാണ്. ഓക്കെ, അപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ബീജസംയോഗം നടക്കുകയുള്ളൂ. ബീജസംയോഗം നടന്നാൽ മാത്രമേ സിക്താണ്ഡം രൂപപ്പെടുകയുള്ളൂ. സിക്താണ്ഡം രൂപപ്പെട്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഗർഭധാരണം എന്ന് പറയുന്നത്. ഗർഭധാരണം മുതൽ പ്രസവം വരെ ശരീരത്തിന് ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം തുടക്കമിടുന്ന എന്താണ്? ബീജസംയോജന പ്രക്രിയ അല്ലെ, ബീജസംയോഗ പ്രക്രിയയാണ് ഇതിനെല്ലാം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈ സെഷനിൽ പഠിച്ചു അല്ലെ. കൗമാര കാലഘട്ടത്തെ പറ്റിയിട്ടാണ് പഠിച്ചത്. കൗമാര കാലഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണെന്ന് പഠിച്ചു അല്ലെ. നമ്മൾ ശരിയായിട്ടുള്ള നോട്ടവും എല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ശാരീരിക മാറ്റങ്ങളും ലൈംഗിക വളർച്ചയും എല്ലാം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. അപ്പൊ അവരുടെ പുറത്തുനിന്നുള്ള സമൂഹത്തിലുള്ള ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ചില ആൾക്കാർ ചിലപ്പം തെറ്റായ രീതിയിലായിരിക്കും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവുക, നോക്കുന്നുണ്ടാവുക, നമ്മളെ സ്പർശിക്കുന്നുണ്ടാവുക. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ശരിയായിട്ടുള്ള നോട്ടമാണോ, തെറ്റായിട്ടുള്ള നോട്ടമാണോ, ശരിയായിട്ടുള്ള സ്പർശനാണോ, തെറ്റായിട്ടുള്ള സ്പർശനാണോ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഏതെങ്കിലും സ്റ്റേജിൽ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങളുടെ പാരന്റ്സിനെ എടുത്തോ, അധ്യാപകരെ എടുത്തോ, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകര്, സ്കൂൾ കൗൺസിലേഴ്സ്, ആരോടാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾ ആരാണോ അവരുടെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ ഒരു വിവേചന ബുദ്ധി അതിനകത്ത് ഇൻവോൾവ് ചെയ്യുക അല്ലെ. എപ്പോഴും നിങ്ങൾ കാണുന്നതല്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയും. അതുപോലെ നിങ്ങൾ ശരി ചെയ്താ തെറ്റേതാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു എബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കി എടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ആൺകുട്ടികളിലെ കൗമാര കാലഘട്ടത്തില് അല്ലെ പ്രായപൂർത്തിയാവുക എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ശുക്ല ഉൽപാദനമാണ്. പെൺകുട്ടികളിൽ ആർത്തവം ആരംഭിക്കും. അപ്പം
ആൺകുട്ടികളിലെ ലിംഗോദ്ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിംഗത്തിലേക്ക് കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാകുമ്പോഴാണ് ലിംഗോദ്ധാരണം അല്ലെങ്കിൽ ഇറക്ഷൻ ഓഫ് പെനിസ് എന്ന് പറയും. അപ്പം ശുക്ലം പുറത്തേക്ക് പോകുന്നതിനെയാണ് ശുക്ല വിസർജനം അല്ലെങ്കിൽ ഇജാക്കുലേഷൻ എന്ന് പറയും. അണ്ടോത്സർജനവും ആർത്തവുമാണ് പെൺകുട്ടികളിലെ മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു, ഇതാണ് ആൺകുട്ടികളുടെ പ്രത്യുൽപാദന വ്യവസ്ഥ. ഇവിടെ ഈ ടെസ്റ്റിസിലാണ് ബീജങ്ങൾ ഉണ്ടാവുന്നത്. ഈ ബീജവാഹി വഴി എന്ത് ചെയ്യണം? പെനിസ് വഴി ലിംഗം വഴി എന്ത് ചെയ്യും? പുറത്തേക്ക് പോവും. അതിനെയാണ് നമ്മൾ ശുക്ലോത്സർജനം ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ശുക്ലോത്സർജനം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പെൺകുട്ടികളിലുള്ള ചേഞ്ചസ് ആണ് ഇത്. ഞാൻ പറഞ്ഞു, ഇത് അണ്ഡാശയത്തിലെ ചേഞ്ച് ആണ്, ഇത് ഗർഭാശയത്തിലെ മാറ്റങ്ങളാണ്. അണ്ഡാശയത്തിൽ ഒരു 14ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അണ്ടത്തെ പുറത്തേക്ക് വിടുന്നുണ്ട്. 14ാമത്തെ ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. 14ാമത്തെ ദിവസം ആകുമ്പോൾ അണ്ടത്തെ പുറത്തേക്ക് വിടുന്നുണ്ട്. 28 ദിവസമുള്ള ഒരു സൈക്കിളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെ കേസിലും ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ. ഓരോ ആൾക്കാരും വ്യത്യാസമാണ്. ഹോർമോണിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ട്. പല ഹോർമോണുകളും ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ എന്നൊക്കെ പറയുന്ന ഹോർമോണുകളുടെ അല്ലെങ്കിൽ LH, FSH. LH ഏറ്റവും ലൂട്ടീനൈസിങ് ഹോർമോൺ എന്ന് പറയും. ഈ ലൂട്ടീനൈസിങ് ഹോർമോൺ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് അണ്ടോത്സർജനം നടക്കുന്നത്. അണ്ടാശയത്തിൽ നിന്നും പുറത്തേക്ക് വിടുന്നത് LH സർജ് എന്നൊക്കെയാണ് പറയാം. LH സർജ് എന്ന് പറയും. ഓക്കെ. അപ്പം ആദ്യത്തെ ഒരു 5 days അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 7 days ബ്ലീഡിങ് കാണാറുണ്ട് നമ്മള്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഗർഭാശയം, ഇവിടെ ബീജസംയോഗം നടക്കുമെന്ന് വിചാരിച്ച് കുട്ടിക്ക് കിടക്കാൻ വേണ്ട അല്ലെ, സിക്താണ്ഡം ഭ്രൂണത്തിന് വളരാൻ വേണ്ട എല്ലാ സാഹചര്യവും ഇവിടെ ഇങ്ങനെ ഒരു മെത്ത പോലെ അതിന്റെ കട്ടി ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും. പക്ഷെ എന്ത് ചെയ്യും? അവിടെ പുംബീജം വരുന്നില്ല. പുംബീജം വരാത്തത് കാരണം എന്ത് സംഭവിച്ചു? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ പുംബീജം വരത്തുള്ളൂ. അപ്പൊ ഇവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല, അതുകൊണ്ട് പുംബീജം വരുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ഗർഭാശയം ഈ ഉണ്ടാക്കിയ കട്ടി മുഴുവൻ പൊട്ടിച്ച് യോനി വഴി പുറത്തേക്ക് കളഞ്ഞു. അതാണ് ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യും. ബ്ലഡ് പോകുന്നു, വീണ്ടും ഗർഭാശയം കട്ടി കൂട്ടി വെക്കുന്നു, വീണ്ടും പുംബീജം വരുന്നില്ല, വീണ്ടും പൊട്ടുന്നു. എൻഡോമെട്രിയം എന്നാണ് ആ ലെയറിന്റെ പേര്. ഗർഭാശയത്തിലുള്ള എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയം വീണ്ടും പൊട്ടുന്നു, വീണ്ടും ബ്ലഡ് പോകുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചക്രത്തെ നമ്മൾ ഈ ഒരു സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ആർത്തവ ചക്രം അല്ലെ. ചക്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കറങ്ങി വീണ്ടും അതുപോലെ തന്നെ വീണ്ടും കറങ്ങും അല്ലെ. നിങ്ങൾ വാട്ടർ സൈക്കിൾ ഒക്കെ പഠിച്ചിട്ടില്ലേ? വെള്ളത്തിന് ജലചക്രം എന്ന് പറയും അല്ലെ. ഒരേ കാര്യം തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ചക്രം എന്ന് പറയും. ഈ ചക്രം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? ഗർഭിണി ആവുന്നതോടുകൂടി ഈ ചക്രം താൽക്കാലികമായിട്ട് നിർത്തി വെക്കും. ഓക്കെ. അപ്പം ഗർഭിണി ആവാത്ത പക്ഷം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ ആർത്തവ ചക്രം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു അവിടുത്തെ കെയർ അല്ലെ, ജനൈറ്റൽ ഏരിയ അല്ലെ, ജനനേന്ദ്രിയ ഭാഗത്തിന്റെ സംരക്ഷണം അവിടെ എപ്പോഴും ഈർപ്പരഹിതമാക്കി വെക്കണം. നമ്മൾ എപ്പോഴും അടിവസ്ത്രങ്ങൾ മാറ്റണം ഡെയിലി. അതുപോലെ തന്നെ നനവില്ലാത്ത കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പറയും. എല്ലാ ഗർഭധാരണം മുതൽ പ്രസവം വരെ കുറെ ശരീരമാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം നടക്കേണ്ടത് എന്താണ്? ബീജസംയോഗ പ്രക്രിയയാണ് നടക്കേണ്ടതെന്നും നമ്മൾ പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.